കപ്പൽ കടലിൽ മുങ്ങിയിട്ട് 3 ദിവസം കഴിഞ്ഞു. തീരദേശമാകെ ആശങ്കയിലാണ്. കണ്ടെയ്നറുകൾ ഓരോന്നോരോന്നായി തീരത്തേക്ക് അടിയുന്നുണ്ട്. അപകടകരമായ വസ്തുക്കൾ കണ്ടെയ്നറുകൾക്കുള്ളിലാണോ അതോ മുങ്ങിത്താണ കപ്പലിലാണോ എന്നുള്ള കാര്യം അറിയില്ല. കപ്പൽ കടലിൽ നിന്ന് പൊക്കിയെടുക്കുന്ന കാര്യവും പ്രായോഗികമായ കാര്യമല്ല. ആ കപ്പൽ പൊന്തിച്ചെടുക്കാൻ സാൽവേജ് കമ്പനിയാണിപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ളത്. സാൽവേജ് കമ്പനിയുടെ സൈഡ് സ്കാനിങ് സോളാർ ഇപ്പോൾ പ്രവർത്തനം ആരംഭിക്കുകയാണ്. ജലത്തിൻ്റെ അടിപ്പരപ്പിൽ എത്ര കണ്ടെയ്നറുകൾ ഉണ്ട് എന്ന് കണ്ടെത്തുകയും അങ്ങനെ കണ്ടെത്തുന്ന കണ്ടെയ്നറുകൾ പൊക്കിയെടുക്കാൻ കോസ്റ്റ് ഗാർഡുമായി സഹകരിച്ചൊരു പ്രവർത്തനത്തിന് തുടക്കം കുറിക്കുകയും ചെയ്യണം എന്നാണ് സാൽവേജ് കമ്പനിയുമായിട്ട് ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള ധാരണ. കണ്ടെയ്നറുകൾക്കുള്ളിൽ സാധാരണ ഖരപദാർത്ഥങ്ങളായിരിക്കും കൂടുതലും ഉണ്ടാവുക. പക്ഷേ മുങ്ങിത്താഴുന്ന കപ്പലിൽ അങ്ങനെ ആയിരിക്കില്ല. അതും ആശങ്ക കൂട്ടുന്നുണ്ട്. വലിയൊരു പൊല്യൂഷൻ്റെ ചാൻസ് ഉള്ളത് അതിൻ്റെ കപ്പലുകൾ നിറച്ചിട്ടുള്ള ഇന്ധനമാണ്. ഇപ്പോൾ ഏതാണ്ട് 2 തരത്തിലുള്ള ഫ്യൂവൽ അതിനകത്തുണ്ട്. ഒരു മറൈൻ ഗ്യാസ് ഓയിലും ഒരു ഫ്യൂൽ ഓയിലും. അപ്പോൾ അത് ടാങ്കിൽ നിന്ന് റിലീസായാൽ വളരെ വലിയ ഒരു ഡാമേജ് നമ്മുടെ എൻവയോൺമെൻറ്റിന് ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇന്ന് പുലർച്ചെ വർക്കല ഇടവ മാന്ത്ര ഭാഗത്ത് കണ്ടെയ്നറുകൾ ഒഴുകിയെത്തി. ശക്തമായ തിരയിൽപ്പെട്ട് തകർന്ന കണ്ടെയ്നറുകളിൽ നിന്ന് സാധനങ്ങളെല്ലാം തന്നെ കടലിൽ ഒഴുകിപ്പോയി. അഞ്ചുതെങ്ങ് 1-ാം പാലത്തിന് സമീപത്തുള്ള തീരദേശ മേഖലയാണിത്. ഇന്ന് രാവിലെ കണ്ടെയ്നറുകൾക്കൊപ്പം തന്നെ നിരവധി ചാക്കുകെട്ടുകളും ഈ തീരത്ത് അടിയുകയാണ് ഉണ്ടായത്. ഒരു ചാക്ക് കര സ്ലോ അടിച്ച് കര കയറും. ആ ചാക്കെടുത്ത് നോക്കുമ്പോൾ ബാക്കിൽ നിന്ന് ഒരു പീസ് ഒഴുകി പോകുന്നു. ഈ കണ്ടെയ്നറിന്റെ മെയിൻ ഭാഗം പിന്നെ അപ്പോഴേ തുറന്നിരുന്നു അല്ലേ? 2 ആയി അങ്ങനെ പൊട്ടിയാണ് സാധനങ്ങൾ ഒഴുകി വന്നത്. കണ്ടെയ്നറിൽ നിന്ന് സാധനം പുറത്തേക്ക് പോകുന്നു. ഇങ്ങനെ ഒഴുക്കിന്റെ കൂടെ ഇങ്ങനെ പോകുന്നു. അങ്ങനെ വരുന്നതുകൊണ്ടാണ് ഈ പിടിച്ച സാധനങ്ങൾ കരക്കയറ്റി വെച്ചത്. ഈ ചാക്കിന്റെ ഉള്ളിൽ ഇരിക്കുന്ന സാധനമാണ് ഈ കിടക്കുന്നത്, ഈ തറയിൽ കിടക്കുന്നത്. ഒന്ന് ഈ പ്ലാസ്റ്റിക് ഉണ്ടാക്കുന്ന സാധനങ്ങളാണെന്നാണ് തോന്നുന്നത്. പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാനുള്ള അസംസ്കൃത വസ്തുക്കളാണ് ഈ ചാക്കുകെട്ടുകളിൽ ഉള്ളത്. നിരവധി ചാക്കുകെട്ടുകൾ ഇവിടെ തീരത്തടിഞ്ഞു. അതിൽ കുറച്ചാണ് ഈ ഭാഗത്ത് ശേഖരിച്ചു വെച്ചിരിക്കുന്നത്. ഇവിടുന്ന് അങ്ങ് താഴോട്ട് തന്നെ ഒരുപാട് ചാക്കുകെട്ടുകൾ തീരത്തടിഞ്ഞിട്ടുണ്ട്. വർക്കല തീരത്തും ചെറിയങ്കീഴ് തീരത്തും കണ്ട കണ്ടെയ്നേഴ്സിന്റെ നമ്പർ വെച്ച് ക്രോസ് ചെക്ക് ചെയ്യുമ്പോൾ നോൺ ഹസാർഡസ് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ വന്നിട്ടുള്ളൂ. ഹസാർഡസ് ആയിട്ടൊന്നും ഐഡന്റിഫൈ ചെയ്തിട്ടില്ല. പക്ഷേ ഇപ്പോഴും നമ്മൾ വിജിലൻ്റ് ആയിട്ട് നിൽക്കുവാണ്. പിന്നെ PCBയുടെ ടീം ഇപ്പോൾ സാമ്പിളിംഗ് നടത്തുന്നുണ്ട്. സീയുടെ വെള്ളത്തിൻ്റെ സാമ്പിൾസ് എടുക്കുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു ഹൈഡ്രോ കാർബൺ എഫക്റ്റോ കെമിക്കൽ എഫക്റ്റോ ഉണ്ടെങ്കിൽ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. തിരുവനന്തപുരത്തെ തീരദേശ മേഖലകളിൽ ജാഗ്രത തുടരണം. കണ്ടെയ്നറുകൾ ഇനിയും തീരത്തടിയാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് പരിചയമില്ലാത്ത സാധനങ്ങളാണെങ്കിൽ അത് കൈകൊണ്ട് തുടരുത്. 200 മീറ്ററെങ്കിലും ദൂരോട്ട് മാറി വേണം നിൽക്കാൻ. നെല്ലൈ മുരുകനൊപ്പം TS ഹരീഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.